إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് വിശ്വാസികൾക്ക്. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അക്കാര്യം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയസ്കറ ഫീ ഇസ്മുഹു യുസബ്ബിഹു ഫീഹാ ബിൽ ഖുദ്വി വൽ ആസാൽ. ചില ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ വെളിച്ചമുണ്ട്, അവർ ഉയർത്തപ്പെടാനും അവയിൽ അവന്റെ നാമം സ്മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവ് നൽകിയിട്ടുണ്ട്. അവയിൽ രാവിലെയും വൈകുന്നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകളെ അത് സ്മരിക്കാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അതുപോലെ തന്നെ അത് ഉയർത്തപ്പെടാൻ അവൻ ഉത്തരവ് നൽകിയിരിക്കുന്നു എന്ന് പറയാം. രാവിലെയും വൈകുന്നേരവും സന്ധ്യാസമയങ്ങളിലും അതുപോലെ തന്നെ പ്രഭാതവേളകളിലും അള്ളാഹുവിന്റെ മഹത്വം ആ മസ്ജിദുകളിൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി മസാജിദുഹാ, പള്ളികളാണ്, മസ്ജിദുകളാണ്. അള്ളാഹുവിന്റെ നാടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് ഏതാണെന്ന് ചോദിച്ചാൽ പള്ളികളാണ്. വബഗളു ബിലാദി ഇലല്ലാഹി വഅസ്വാഖുഹാ, അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അത് അങ്ങാടികളാണ്, മാർക്കറ്റുകളാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അത് മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. അത് നമുക്ക് അത്രമാത്രം ഇഷ്ടം ഉണ്ട്. ആരാധനകൾക്ക് നമ്മൾ പള്ളിയിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ഒരു മുഅല്ലഖുൽ ഖുലൂബായി, പള്ളികളുമായി ബന്ധിക്കുന്ന ഒരു ഹൃദയവുമായി ബന്ധപ്പെടാത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മസ്ജിദുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് പള്ളികളാണ്, മസ്ജിദുകളാണ്. ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂക്കുകളാണ്, അങ്ങാടികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മസ്ജിദുകൾ നിർമ്മിക്കാൻ അതിൻ്റെതായ മഹത്വങ്ങൾ കൽപ്പിക്കപ്പെട്ടു. മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ഫിൽ ജന്നത്തി മിസ്ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ ഒരു മസ്ജിദ് അല്ലാഹുവിന് വേണ്ടി നിർമ്മിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ അതുപോലെ ഒരു വീട് നിർമ്മിക്കുന്നതാണ്. ഇതുവരെ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഫ്ഹസി ഖതാതി ഔ അസ്കറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന,
ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ഒരു പള്ളി പണിതാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷി അത് കൂടിയിരിക്കുന്ന കൂടിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞ ഒരു 5-6 ആക്ക് 10 ആക്ക് നിസ്കരിക്കാൻ വേണ്ടി പറ്റിയ ഒരു പള്ളി ഒരാൾ പണിതാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ നാളെ ഒരു പള്ളി പണിത് ഒരു വീട് പണിത് കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആരാണ് പള്ളികളെ പരിപാലിക്കേണ്ടത്? ആരാണ് പള്ളി കമ്മിറ്റിയിൽ വരേണ്ടത്? ആരാണ് പ്രസിഡന്റ് ആകേണ്ടത്? സെക്രട്ടറി ആകേണ്ടത്? മസ്ജിദുകളെ നോക്കേണ്ടതും നടത്തിക്കേണ്ടതും ആരാണ്? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നമാ യഅ്മുറുൽ മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളികൾ പരിപാലിക്കേണ്ടത് ഇവരാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവരായിരിക്കണം അവർ, പരലോകത്തിൽ വിശ്വസിച്ചവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയക്കാത്തവരാണ്, അല്ല തന്റെ ഇടമുള്ളവരാണ്, അല്ലാഹുവിൽ അത്രമാത്രം ഈമാനുള്ളവരാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകൾ പരിപാലിക്കേണ്ട കാര്യം പോലും പറഞ്ഞിരുന്നിടത്ത് പറയണം അല്ലാഹുവിനെ മാത്രം ഭയക്കുന്നവരായിരിക്കണം അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം, നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം, പരലോകത്തിലും അല്ലാഹുവിലും ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കണം. അവരാണ് പള്ളികളും മസ്ജിദുകളും പരിപാലിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ മാത്രം വരിക, ആഴ്ചക്കൊരുക കൂട്ടുന്ന ആ യോഗത്തിൽ വന്നിട്ട് മഗ്‌രിബിന് വന്നിട്ട് ഇശാക്ക് പിരിഞ്ഞു പോവുക, അങ്ങനെയുള്ള ആളല്ല പ്രസിഡന്റ് ആകേണ്ടത്, അങ്ങനെയുള്ള ആളല്ല സെക്രട്ടറി ആകേണ്ടത്. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക പള്ളികളിൽ നിസ്കാരം നിലനിർത്തുന്ന ആളായിരിക്കണം, അല്ലാഹുവിനെ ഭയക്കുന്ന ആളായിരിക്കണം, ഏതൊരു കാര്യത്തിലും അല്ലാഹുവിൽ ശക്തമായ വിശ്വാസം വെച്ച് പുലർത്തുന്നതായിരിക്കണം, പരലോകത്തിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കണം, വാങ്ങുന്ന ആളാകാൻ മാത്രം പാടില്ല. അവരവരുടെ സക്കാത്തിന്റെ കണക്കുകൾ നോക്കി സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കണം. ഇവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത് എന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പള്ളികളിലുള്ള പെരുമാറ്റ മര്യാദകൾ പോലും നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. പള്ളികൾ പാലിക്കേണ്ട പെരുമാറ്റ മര്യാദകൾ പോലും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുസ്കറ ഫീ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കാൻ, ഏതെങ്കിലും രീതിയിൽ ദിക്ർ ചെയ്യുന്നവർക്ക് തടസ്സമുണ്ടാക്കാൻ, അവയുടെ തകർച്ചയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമി ആരാണുള്ളത് എന്ന് പറഞ്ഞ പള്ളിയിൽ ഏതെങ്കിലും രൂപത്തിൽ സംസാരം നടത്താം, വേറൊരാൾ നിസ്കരിക്കുന്നുണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാവും, ദിക്റുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കാൻ പറ്റാത്ത ഒരു ഇരുത്തമുറപ്പിച്ച ഒരു മനുഷ്യനുണ്ടാവും. അവർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പള്ളിക്കുള്ളിൽ ബഹളമുണ്ടാക്കാം, കുഴപ്പമുണ്ടാക്കാം, ഏതെങ്കിലും രീതിയിൽ ആരാധനകളെ തടസ്സപ്പെടുത്താം. അങ്ങനെ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും വലിയ അതിക്രമി ആരാണുള്ളത്? ആരാ ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളുടെ തകർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ, അത് നമ്മുടെ പള്ളിയല്ല, നമ്മുടെ മറ്റേ സംഘടനക്കാരുടെ പള്ളിയാണ്, ഈ സംഘടനക്കാരുടെ പള്ളി അവിടെ വരാൻ പാടില്ല, മറ്റേ സംഘടനക്കാരുടെ പള്ളി അത് അവിടെ വരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ തകർച്ചകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. പള്ളികളുടെ തകർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, അതുവരെക്കാൾ ഏറ്റവും വലിയ അതിക്രമി ആരാണുള്ളത്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഭയപ്പാട് കൂടിയില്ലാതെ അവർക്ക് ആ പള്ളിയിൽ പ്രവേശിക്കാവതല്ലായിരുന്നു. നിങ്ങൾക്ക് നിർഭയത്വം നൽകി, നാടിന്റെ സ്വാതന്ത്ര്യം നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് സംജാതമാക്കിയതിനു ശേഷം നിങ്ങൾ മറ്റു രൂപത്തിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണോ? ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്കാണ് ഇഹലോകത്ത് നിന്ദതയുള്ളത്, പരലോകത്താകട്ടെ കഠിനമായ ശിക്ഷയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളികൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് നമുക്ക്, അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താണ്? പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പള്ളികളിൽ വലിയ കുഴപ്പമുണ്ടാകും. പള്ളിക്കാരൻ മറ്റേ കസേരയെടുത്ത് അടിച്ചിട്ടുണ്ടാവും, അങ്ങനെ ബഹളം വെച്ചിട്ടുണ്ടാവും, കുഴപ്പമുണ്ടാക്കിയിട്ട് പള്ളികളിൽ ബഹളം ഉണ്ടാക്കുന്നതിനോ കമ്മിറ്റികളിൽ കൂടി അലങ്കോലം ഉണ്ടാക്കുന്നതിനോ ആർക്കൊരു മടിയുമില്ല, ആർക്കൊരു പ്രശ്നമില്ല. എന്നാൽ ഏതെങ്കിലും മഖാമുകളിൽ, ദർഗകളിൽ, ജാറങ്ങളിൽ കമ്മിറ്റികൾ അടികൂടിയതായിട്ട് നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് സകല കുഴപ്പങ്ങൾ എവിടെ നടക്കുക? കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പള്ളികളിൽ
പ്രശ്നമില്ല, അതിനൊരു മടിയുമില്ല ആർക്കും. സഹോദരന്മാരെ, പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകൾ പോലും സ്വഭാവ മഹത്വങ്ങൾ പോലും നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികളുമായി ബന്ധപ്പെട്ട് പല മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നതിന് മഹത്വമുണ്ട്, ഇരിക്കുന്നതിന് മഹത്വമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ് അഅദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്നത്തി കുല്ലമാ ഗദാ ഔ റാഹ്." ഒരാൾ പ്രഭാതത്തിലോ അല്ലെങ്കിൽ പ്രദേശത്തിലോ പള്ളിയിലേക്ക് പോയാൽ അവൻ പോകുമ്പോഴേക്കും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേണ്ടി ഒരു വിരുന്നൊരുക്കി വെച്ചിരിക്കുന്നതാണ്. ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരുന്നൊരുക്കി വെച്ചിരിക്കുന്നതെന്നാണ്. ഏതുവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 7 അർശിന്റെ അടിയാളങ്ങൾ പറഞ്ഞപ്പോ, അർശിന്റെ തണൽ അനുഭവിക്കുന്നവരുടെ കാര്യം പറഞ്ഞപ്പോ, നാളെ മഹ്ശറിൽ വെച്ചിട്ട് എരിപിരികൊള്ളുന്ന ചൂടിൽ മഹത്തായ അർശെന്ന സിംഹാസനത്തിന്റെ തണല് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ പറഞ്ഞപ്പോ, വറജുൽ ഖൽബു മുഅല്ലഖുൻ ഫീ മസാജിദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ളവരാണ്. പള്ളിയുമായി എപ്പോഴും ബന്ധം വെച്ച് പുലർത്തുന്നത്. എപ്പോഴും പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പള്ളിയിൽ വെച്ച് ഞാൻ ഒരു താല്പര്യം കാണിക്കാം. അവർക്കെന്താണ്? അവർക്ക് പ്രത്യേകമായ ഒരു തണലുണ്ട് എന്ന് പറഞ്ഞു. ഏതുവരെ ഇരുട്ടിൽ പള്ളിയിൽ പോകുന്നതിന് പോലും മഹത്വമുണ്ടെന്ന് പറഞ്ഞു. ബശീരിൽ മശായീന ഫീ ദുലമിൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുളിൽ പള്ളിയിൽ പോകുന്നവർക്ക്, നടന്നു പോകുന്നവർക്ക്, പഴയ കാലത്തെ പറ്റി പറയാം, അന്ത്യനാളിൽ പൂർണ്ണ പ്രകാശം ഉണ്ടാക്കുമെന്ന് സുവിശേഷം അറിയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കഷ്ടപ്പാടുകൾ സഹിച്ച് രാവിലെ എഴുന്നേറ്റ് എന്നിട്ടൊന്ന് പള്ളിയിലേക്ക് ഒരാൾ പോകുക, ഫജ്റിന്റെ സമയത്ത് 5 മണിക്ക് 4:30 മണിക്ക്, അവർക്ക് എന്തുണ്ട്? അവർക്ക് പോലും അന്ത്യനാളിൽ പൂർണ്ണ പ്രകാശം ഉണ്ടാകുമെന്ന് സുവിശേഷം അറിയിക്കുക എന്ന് പോലും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ കാൽവെപ്പിനും മഹത്വമുണ്ടെന്നാണ്. അലാ അദുല്ലുക്കും അലാ മാ യഹ്ഫുല്ലാഹു ബി ഖതായ വയർഫഉ ബി ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളും മായ്ക്കുകയും പദവികളെ ഉയർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ നമുക്കറിയില്ല, തങ്ങൾ പറഞ്ഞാലും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ലേശകരമായ അവസ്ഥയിൽ വുളൂ സമ്പൂർണ്ണമായി ചെയ്യലും പള്ളികളിലേക്ക് ധാരാളമായുള്ള കാൽവെപ്പുകളും ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കലുമാണത് നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയാൻ അത് കാരണമായി തീരുന്നുണ്ട്. അതത്തെ റിബാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണ് റിബാത്ത്? റിബാത്ത് യൗമി ഫീ സബീലില്ലാഹി ഖൈറും മിന ദുനിയ വമാ അലൈഹാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം റിബാത്തിന്, അതായത് അതിർത്തി സംരക്ഷണത്തിന് നിൽക്കൽ ദുനിയാവിനേക്കാളും അതിന്റെ വിഭവങ്ങളെക്കാളും ശ്രേഷ്ഠമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൗദിഉ സൗതി അഹദിക്കും മിനൽ ജന്നതി ഖൈറും മിന ദുനിയ വമാ അലൈഹാ. സ്വർഗത്തിൽ നിങ്ങളിൽ ഒരാൾക്ക് ചാട്ട വെക്കുവാനുള്ള സ്ഥലം ദുനിയാവിനേക്കാളും അതിലെ വിഭവങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ വേണ്ടി, സ്വന്തം നാടിന് വേണ്ടി അതിർത്തിയിൽ ഒരാൾ കാവൽ നിന്നാൽ അയാൾക്ക് എന്താണ്? അത് ദുനിയാവിനേക്കാളും അതിലെ വിഭവങ്ങളെക്കാളും ഏറ്റവും മഹത്തരമായ പദവിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഒരാൾ പള്ളിയിലേക്ക് നടന്നുപോയി, അവിടെ നിസ്കാരത്തിന് ഇരുന്നു, അതിന് നിസ്കാരം പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരം വരെ പ്രതീക്ഷിച്ചാൽ അത് റിബാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അത് മഹത്തരമായ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ പള്ളിയിൽ വരുന്ന മര്യാദകൾ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പള്ളിയിൽ വരേണ്ടത്? പെട്ടെന്ന് ധൃതിയിലാണോ? അതല്ല. ഇദാ സമയത്തുൽ ഇഖാമത്തി ഫംശു ഇലസ്സലാ. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങളുടെ മേൽ സമാധാനവും അടക്കവും ഉണ്ടാകണം. ധൃതി പിടിച്ച് പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഭയങ്കര സ്പീഡിൽ പോവുക, അല്ലെങ്കിൽ അതിവേഗത്തിൽ ഓടി വരിക എന്ന രീതിയല്ല പഠിപ്പിക്കപ്പെട്ടത്. മറിച്ച് സമാധാനത്തോടു കൂടിയും അടക്കവും ഉണ്ടാകുന്ന രീതിയിൽ പള്ളിയിലേക്ക് പോകണമെന്നാണ്. ധൃതി പിടിച്ചോടലല്ല, സാവകാശം, സമാധാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക. നിങ്ങൾ ധൃതി കാണിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ലഭിച്ചത് അത് നിങ്ങൾ പൂർത്തീകരിക്കുക. നഷ്ടപ്പെട്ടത് എന്താക്കുക? അത് പിന്നീട് അങ്ങ് പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള മര്യാദകൾ പഠിപ്പിക്കപ്പെടുകയാണ്. കൃത്യമായ മര്യാദകൾ. പള്ളിയിൽ എങ്ങനെയാണ് പോകേണ്ടത്? സാവകാശം, വൃത്തിയിൽ, മെല്ലെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ അകല സൂമൻ ഔ ബസലൻ ഫലിയഅ്തസിൽന.
ആരെങ്കിലും വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഭക്ഷിച്ചാൽ നമ്മൾ നിന്ന് വിട്ടു നിൽക്കട്ടെ, അവൻ ഇവിടുന്ന് നിസ്കരിക്കേണ്ട തൽക്കാലം. നമ്മൾ തന്നെ വിട്ടു നിൽക്കട്ടെ, അല്ലെങ്കിൽ അവൻ വീട്ടിൽ നിന്നിരിക്കട്ടെ. ആ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട, മുഷിഞ്ഞ രീതിയിൽ, ഒരു മറ്റുള്ളവർക്ക് വാസന ഉണ്ടാക്കുന്ന രീതിയിൽ, വായി നാറുന്ന രീതിയിൽ, പല്ല് തേക്കാത്ത രീതിയിൽ, അടുത്ത് നിന്നപ്പോൾ മറ്റുള്ള ആളെ നിസ്കാരത്തെ വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണ്ട, അവൻ വീട്ടിലിരിക്കട്ടെ. നമ്മളെ പള്ളിയിൽ വരണ്ട. ആരാ പറയുന്ന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ പള്ളിയിൽ വൃത്തി കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയെങ്കിലും സുബഹിക്കൊക്കെ ഉറങ്ങി എണീറ്റ് അതേ ഡ്രസ്സിൽ തന്നെ ഫജ്റിന് പള്ളിയിലേക്ക് വരിക എന്നതല്ല, മാന്യമായ ഡ്രസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറുനാ ഫിൽ മസാജിദ് അൻ നസ്നഅഹാ ഫീ ദിയാരിനാ വനുസ്ലിയ സനഅതഹാ വനുതഖിറഹാ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുവാനും അവയുടെ നിർമ്മാണം നന്നാക്കുവാനും അവ ശുദ്ധിയാക്കുവാനും ഞങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമായിരുന്നു എന്നാണ്. ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു പള്ളി നല്ല വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോ മാന്യമായ ഡ്രസ്സിൽ വരണം. നിങ്ങൾക്കുണ്ടാകുന്ന സീനത്തിനെ ലിബാസ് അതെന്താക്കണം, അത് ഭംഗിയാക്കണം എന്ന് ഖുർആനിക ആയത്തുണ്ട്. നല്ല മാന്യമായ വസ്ത്രത്തിൽ വരണം. പള്ളികളാകട്ടെ, പള്ളികൾ ഒരു വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൽപ്പിച്ചു എന്നാ, നിർമ്മാണം നന്നാക്കണം, നല്ലൊരു പള്ളിയായിരിക്കണം. അമിതമായ മോടി കുടിപ്പിച്ച് ഭംഗിയാക്കണം എന്നല്ല, ഉണ്ടാക്കുന്ന പള്ളി നല്ല പള്ളിയായിരിക്കണം. അവൻ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇടങ്ങളിൽ, പറ്റുന്ന ഇടങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് പള്ളി വൃത്തിയാക്കുന്നവർക്ക് പോലും അതിൻ്റെതായ മഹത്വം കൽപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദ് നബി തൂത്തുവാരി വൃത്തിയാക്കിയിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. അവർ മരണപ്പെട്ടു. അവരെ കാണാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് തിരക്കി. രാത്രി സമയത്ത് അവർ മരണപ്പെട്ടെന്നും ഞങ്ങൾ അവരുടെ ജനാസ നിസ്കരിച്ചു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുല്ലൂനി അലാ കബരിഹാ, അവരുടെ ഖബർ ഒന്ന് കാണിച്ചത്. അവരുടെ ഖബർ കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ് ഉണ്ടായത്. ആരാ പള്ളി വൃത്തിയാക്കിയത്? സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീകൾ പള്ളി കയറാൻ പറ്റൂല, അങ്ങനെയല്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീ പള്ളിയിൽ താമസിച്ചത് കാലം പോലും നമുക്ക് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീ മുസ്ലിമായി വന്നു, കറുത്ത സ്ത്രീയായിരുന്നു. അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളികളിൽ തന്നെ ഒരു ചെറിയ കൂടാരം വേണ്ടി അവരവിടെ താമസിച്ചതായി സഹീഹ് ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. പള്ളി വൃത്തിയാക്കിയതായിരുന്നു സ്ത്രീയാണ്. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബറിനടുത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹാദിൽ ഖുബൂറു മംലൂഅത്തുൻ ദുൽമത്തൻ അലാ അഹ്ലിഹാ വഇന്ന അല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലക്കും ബിസലാത്തി അലൈഹിം. തീർച്ചയായും ഈ ഖബറുകൾ അതിന്റെ മേലുള്ള ഇരുട്ടിനാൽ നിറക്കപ്പെട്ടതായിരുന്നു. എന്റെ നിസ്കാരം അവർക്കെന്താണ്, അത് പ്രകാശമുള്ളതാക്കി തീർത്തു. എന്താണ് അവരെ നിസ്കരിക്കാനുള്ള കാരണം? എന്താണ്? ആ സ്ത്രീ പള്ളി വൃത്തിയാക്കിയ സ്ത്രീയായിരുന്നു. അപ്പൊ പള്ളി വൃത്തിയാക്കുമ്പോൾ എന്താണ്, അതിന് പോലും മഹത്വമുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ, പള്ളിയിലേക്ക് പോവുകയാണ്. അല്ലാഹു എന്റെ ഹൃദയത്തെ നീ പ്രകാശമാക്കണമേ. വഫീ ലിസാനി നൂറാ, എന്റെ നാവിനെ നീ പ്രകാശമാക്കണമേ. വജൽ ഫീ സമീ നൂറാ, എന്റെ കേൾവിയെ നീ ഒരു പ്രകാശമാക്കണമേ. വജൽ ഫീ ബസ്രി നൂറാ, എന്റെ കാഴ്ചയെ നീ ഒരു പ്രകാശമാക്കണമേ. വജൽ മിൻ ഖൽഫി നൂറാ വജൽ മിൻ അമാമി നൂറാ, എന്റെ പിറകും മുൻവശവും ഒക്കെ പ്രകാശമാക്കണമേ. വജൽ ഫീ ഫൗഖി നൂറാ, എന്റെ മേലെ നീ പ്രകാശമാക്കണമേ. വമിൻ തഹ്തി നൂറാ, എന്റെ താഴെ നീ പ്രകാശമാക്കണമേ. അല്ലാഹുമ്മ അഅ്തിനി നൂറാ, അല്ലാഹുവേ നീ എനിക്ക് പ്രകാശം ചൊരിയണമേ. പ്രാർത്ഥനയാണ് പള്ളിയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥന. ഏത് സമയത്തും നമുക്കൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലും ഒതുവെടുത്തിട്ട് പുറപ്പെടുന്നതാണ് മഹത്തരമായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് ഒതുവെടുക്കലല്ല, ഒതുവെടുക്കാൻ അനുവദിക്കപ്പെട്ട രീതിയാണ്. പള്ളികളിൽ വെച്ച് ഒതുവെടുക്കാൻ അനുവദിക്കപ്പെട്ട രീതിയാണ്. പക്ഷെ ഫളലും സുന്നത്തും ഏതാണെന്ന് ചോദിച്ചാൽ അത് വീടുകളിൽ നിന്ന് നമ്മൾ ഒതുവെടുത്തിട്ട് പള്ളിയിലേക്ക് പുറപ്പെടലാണ്. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ശുദ്ധി ചെയ്തു, എന്നിട്ട് ഫർദ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ
അവൻ പ്രതിഫലം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം പോലെയാണ്. വീട്ടിൽ നിന്ന് ഉളവെടുത്ത് എന്നിട്ട് ഏതെങ്കിലും ലോറിസ്കരിക്കാനോ ഇശാസ്കരിക്കാനോ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഒരാൾ ളുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറപ്പെട്ടു, വീട്ടിൽ നിന്ന് ഉളവെടുത്ത് പുറപ്പെട്ടു, പള്ളിയിൽ ളുഹാ നിസ്കരിക്കാം എന്ന് കരുതിയിട്ട്, എങ്കിലെന്താണ് അയാൾ ഒരു ഉംറ ചെയ്ത അതിന്റെ പ്രതിഫലമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഫദ്ലുകളൊക്കെയും പള്ളിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ഫദ്ലുകളൊക്കെയും മനസ്സിലാക്കി ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുകളും അറിവുകളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ താങ്കളുടെ വലത് കാൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. വലത് കാൽ വെച്ചിട്ടായിരിക്കണം പള്ളിയിൽ കയറേണ്ടത്. എന്നാൽ പുറത്തേക്ക് പോവുകയാണ്, അതെങ്ങനെയാണ്? ഇടത് കാൽ കൊണ്ട് തുടങ്ങുക എന്നതും അത് സുന്നത്തിൽപ്പെട്ടതാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറാം, പള്ളിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ എന്താക്കുക, ഇടത് കാല് വെച്ചുകൊണ്ട് പുറത്തിറക്കുക. അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ദുആയുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് ഇരിക്കുക എന്ന രീതിയല്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം ഫൈദാ ഖാല ദാലിക ഖാല ശൈത്താനു ഖുഫിദ മിന്നീ സായിറുൽ യൗം. മഹാനായ അല്ലാഹുവിന്റെ അവന്റെ ആദരവുറ്റ തിരുമുഖത്താൽ അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം, അവന്റെ അനാദ്യമായ അധികാരത്താൽ അകറ്റപ്പെട്ട പിശാചിൽ നിന്നും ഞാനിതാ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ചില പ്രാർത്ഥനകൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അതുപോലെ തന്നെ ചില ദുആയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാനിത് പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ അള്ളാഹുവിനുള്ള സമാധാനവും സലാത്തും സലാമും ഒക്കെ ഉണ്ടാകട്ടെ. അള്ളാഹു എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. അതുപോലെ തന്നെ അള്ളാഹു നിന്റെ കാരുണ്യത്തിന്റെ എല്ലാ വാതിലുകളും നമുക്ക് നീ തുറന്നു തരണമേ. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഏത് സന്ദർഭത്തിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിൽ ഇരിക്കേണ്ടത്. ഇത് പള്ളിയോടുള്ളൊരു മര്യാദയാണ്, ഒരു അദബാണ്, പള്ളിയോട് കാണിക്കുന്ന ഒരു അദബാണ്. എങ്ങനെയെങ്കിലും നമ്മൾ കല്യാണ വീടുകളിലോ സർക്കാർ വീട്ടിലോ നമ്മളെ വീട്ടിൽ പോയാലോ ഇരിക്കുന്നത് പോലെ പള്ളിയിൽ വന്നായിരിക്കാൻ വേണ്ടി പാടില്ലല്ല. 2 റക്അത്ത് സുന്നത്ത്, അത് ലഘുവായിട്ടാണെങ്കിലും പെട്ടെന്നാണെങ്കിലും, ഇപ്പൊ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ലഘുവായി കൊണ്ടെന്താക്കുക, അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത്. അങ്ങനെയല്ലാതെ ഇരിക്കാൻ പാടില്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ പള്ളികൾ നിർമ്മിക്കും, ചിലപ്പോൾ വലിയ പള്ളികൾ നിർമ്മിക്കും, അവിടെ ഒരു ഖുർആൻ ക്ലാസ്സോ മറ്റൊന്നും ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു യഖ്തുബ കുല്ലു യൗമിൻ ഇലാ ബുത്ഖാന ഔ ഇലൽ അഖീഖി ഫയതിഹിനു ബിനാഖതൈനി ഖൗമാവൈൻ. നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്യാതെയും കുടുംബം ബന്ധം തകർക്കാതെയും എല്ലാ ദിവസവും രാവിലെ ബുദ്വാനിലേക്കോ അഖീഖിലേക്കോ പോയി, അത് മദീനയിലെ സ്ഥലത്തിന്റെ പേരാണ്, വലിയ പൂഞ്ഞിയുള്ള 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, വലിയ ഒട്ടകമല്ലേ, ഇന്ന് താഴ്വരയിൽ പോയിട്ടില്ലേ, അത് നമ്മൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് 2 ആയത്ത് പഠിച്ചാൽ അവർക്ക് 2 ഒട്ടകം കിട്ടിയതിന്റെ പ്രതിഫലം കിട്ടും. 3 ആയത്തുകൾ പഠിച്ചാൽ 3 ആയത്തുകൾ 3 ഒട്ടകം കിട്ടിയതിന്റെ പ്രതിഫലമുണ്ട്. ഇവിടുന്ന് പള്ളികളിൽ വെച്ചിട്ട്
അതുപോലെ 4 ആയത്തുകൾ നിങ്ങൾ പഠിച്ചാൽ 4 വലിയ ഒട്ടകം കിട്ടിയതിന്റെ പ്രതിഫലമുണ്ട്. ഇനി ആരാണ് അത്രമാത്രം അധികം പഠിക്കുന്നത് അത്രമാത്രം ഒട്ടകങ്ങൾ കിട്ടിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ വിജ്ഞാന സദസ്സുകൾ, ഖുർആന്റെ ക്ലാസുകൾ, മറ്റ് ക്ലാസുകൾ, കാണാൻ സാധിക്കും. അതായത് അല്ലാഹുവിന്റെ പള്ളിയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി അന്യോന്യം കിതാബ് പാരായണം ചെയ്തു, അവർ അന്യോന്യം പഠിച്ചു. അവരുടെ മേൽ സമാധാനം വന്നിറങ്ങുകയും റഹ്മത്ത് അവരെ മൂടുകയും മലക്കുകൾ അവരെ പൊതിയുകയും അല്ലാഹുവിന്റെ അടുക്കൽ അവരെ അനുസ്മരിക്കുകയും ചെയ്യും തീർച്ചയായും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ പള്ളികളിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിരിക്കുക, പള്ളികളിൽ വിജ്ഞാന സദസ്സിന് വേണ്ടിയിരിക്കുക, ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. എങ്കിൽ എന്താണ് അല്ലാഹുവിനുള്ള സമാധാനവും ശാന്തതയും അവരുടെ മേൽ ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ പള്ളികൾ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളിപ്പോൾ നിസ്കരിക്കുകയാണെന്ന് കരുതിക്കോ, മുന്നിലോട്ട് ആൾക്കാർ നടക്കാൻ അതിനൊരു പരിധിയുണ്ട്, മറവിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശാലമായ രീതിയിൽ അവിടെ ഇങ്ങോട്ട് നിസ്കരിക്കുക, അത് പാടില്ല. ഒന്നെങ്കിൽ തൂണിന്റെ മറയായിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കസേരന്റെ പിറകിലായിരുന്നോണ്ടോ, അല്ലെങ്കിൽ വേറെ ഇരുന്ന ഒരാളുടെ പിറകിലായിക്കൊണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള വഴി എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടായിരിക്കണം നിസ്കരിക്കുക. ഇനി അഥവാ അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നടന്നാൽ അങ്ങനെ നിസ്കരിക്കുന്നവൻ അവനെ തടയാന്ന. കൈ നീട്ടിക്കൊണ്ട് തടയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും നടന്ന് നിസ്കരിക്കുകയാണ്, അതിന്റെ മുന്നോട്ട് നടന്നാൽ കൈ വെച്ച് തടയാം, അല്ലെങ്കിൽ അവനെ പിടിച്ചു മാറ്റായെന്ന് പോലും കൊണ്ട് അവനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തിക്കൊണ്ടേ എന്ന രീതിയിലൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, പള്ളിയിൽ ഉറങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലത്ത് പള്ളിയിൽ ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉറങ്ങാനുള്ള ഇടമല്ല പള്ളി. ഇബ്നു അബ്ബാസ് പറയാണ്, അന്ത്യ ഉറക്കത്തിനും ഉച്ചയുറക്കത്തിനും ഇടമായി പള്ളി സ്വീകരിക്കും. ഇപ്പൊ പള്ളിയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ ക്ഷീണം വന്നോ ഒന്ന് കിടന്നുറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല. രാത്രിയിൽ എഴുത്തിക്കാവിലാണ്, രാത്രിയിൽ ഉറക്കം തൂങ്ങി ഇരിക്കാം. എന്നാൽ ഉറങ്ങാനായിക്കൊണ്ട് പള്ളിയിൽ വരാം. എഴുത്തിക്കാഫ് എന്ന് പേര് പറഞ്ഞിട്ട് എന്താക്കാം, തലയണിയും കടക്കൊക്കെ എടുത്തിട്ട് പള്ളിയിൽ കൊണ്ടേക്കാം. എന്നിട്ട് ഇശാ കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് ഒറ്റ ഉറക്കം, പിന്നെ എഴുന്നേൽക്കുന്നത് പഞ്ചമ സമയം. എവിടെ എഴുത്തിക്കാപ്പ്? മൂപ്പരെന്തിനാ വന്നത്? മൂപ്പർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയിൽ. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉറങ്ങിക്കോട്ടെ. പള്ളിയിൽ ഉറങ്ങാനുള്ള ഇടമല്ല, ഇടമായി സ്വീകരിക്കരുത്. എന്നാൽ പള്ളിയിൽ ഒരാൾക്ക് അത്യാവശ്യം പതിനാൾക്ക് ഉറങ്ങാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ പള്ളിയിൽ കച്ചവടം പാടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ വെച്ചിട്ട് അനുവദനീയമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചിട്ട് ഭക്ഷിക്കാൻ പറ്റും, കവിത ചൊല്ലാൻ പറ്റും, സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, പള്ളിൻ്റെ ഉള്ളിൽ കബറ് കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. പള്ളികളെ നിങ്ങൾ കബറിടങ്ങളാക്കാൻ പാടില്ല, പള്ളികൾ അമിതമായി ഓടിക്കൂട്ടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യതബാഹന്നാസു ഫിൽ മസാജിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികൾ ഓടിക്കൂട്ടുന്നത്, പെരുമ കാണിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയെന്നാണ്. അതുപോലെ ഭൗതിക വിഷയങ്ങൾ മാത്രം സംസാരിക്കാം. ചിലർക്കുണ്ട് ഈ സുബീന്റെ ഫജ്റിന്റെ സമയം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെയൊക്കെ പള്ളിയിൽ തടിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഗിറഗിറ ഭൗതിക വിഷയം, അയാളെ വിഷയം, ഇയാളെ വിഷയം, രാഷ്ട്രീയ കാര്യങ്ങൾ. അതുപോലെ തന്നെ മഗ്‌രിബ് മുതൽ ഇശ വരെയുള്ള സമയങ്ങളിൽ ആ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം അന്ന് അങ്ങനെ ഇന്നിങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അത് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു ഫീ ആഖിർ സമാൻ, അവസാന ഘട്ടത്തിൽ ഒരു ടീം വരും, ഖൗമി യജ്ലിസൂന ഫിൽ മസാജിദ്, അവർ പള്ളികളിൽ ഇങ്ങനെ ഇരിക്കും. ഇമാമുഹും ദുനിയ, അവരുടെ വിഷയം എന്തായിരിക്കും? ദുനിയാവിന്റെ വിഷയങ്ങളായിരിക്കും. പല തുജാലിസുഹും, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ വേണ്ടി പാടുന്നല്ല. അല്ലാഹുവിന് അവർക്കിടയിൽ ഒരു കാര്യവുമില്ല, ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ഇരിക്കാം. മഗ്‌രിബ് മുതൽ ഇശാ വരെ എഴുതിട്ട് ആ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം, സുബഹിന്റെ സമയം മുതൽ സൂര്യോദയം വരെ പിരിഞ്ഞു പോകുന്നവരെ പല ദുനിയാവിയായ കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ട്, അല്ലാഹുവിനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അവർ തടസ്സപ്പെടുത്തുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്.
അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ അക്കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല. ജനങ്ങൾക്കൊരു കാലം വരും പള്ളികളിൽ അവരുടെ സംസാരമാകട്ടെ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുന്ന. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം അദബുകളും മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുക. അതുപോലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ സിക്റുകളൊക്കെ ചൊല്ലി പിരിഞ്ഞു പോകുന്ന രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പള്ളികൾ കാണിക്കേണ്ട മര്യാദകളും അദബുകളും അതൊക്കെ നമുക്ക് പള്ളിക്ക് അർഹമാകുന്ന രീതിയിൽ നമ്മൾ കാണിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പള്ളിയോടുള്ള ആദരവും ബഹുമാനവും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം 3 സ്ഥലങ്ങളിലെ പുണ്യയാത്ര പാടുള്ളൂ. അത് 3 സ്ഥലങ്ങൾ പറഞ്ഞു, 3 പള്ളികളാണ്. 3 പള്ളികളാണ്. പള്ളികൾക്കുള്ള മഹത്വമാണ്. ഇപ്പൊ മസ്ജിദുൽ ഖുബായിൽ നിസ്കാരം എന്ന് പറയുന്ന ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പള്ളികൾ കാണിക്കേണ്ട അദാബും പിന്നെ മര്യാദകളും എന്തൊക്കെ ആ രൂപത്തിൽ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രീതിയിലുള്ള അറിവും ജ്ഞാനവും കഴിവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസിനികളെ നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, അക്കീദ നന്നാക്കുക. നമ്മൾ ജനിക്കപ്പെട്ടവരായി മുസ്ലിമായവരാണ്, അതുപോലെ നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ഖുർആൻ എന്താണ്, എന്ത് കാര്യത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോഗ്യതനായത്, എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മനസ്സിലാക്കിയ ദീൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ദീനുമായിട്ട് അത് സാദൃശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള വകതിരിവുകളും പല രൂപത്തിലുള്ള പുതിയതുകളും പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും പിടിച്ച ഒരു വിശ്വാസ സംഹിതയിലേക്ക് നമ്മൾ അറിയാതെ വഴുതിപ്പോയിട്ടുണ്ടോ? പ്രവാചകൻ സഹാബികൾക്ക് പഠിപ്പിച്ച ദീന് തന്നെയാണോ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൊണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. സംഗീതം, സിനിമ, സീരിയൽ, മ്യൂസിക് അതൊക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഖുശൂഅോടുകൂടിയും പ്രതിഫലിച്ചുകൂടിയും ദുആകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും തസ്ബീഹുകളും തഹ്ലീലുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിലും ഏതെങ്കിലും വഴിയിൽ വെച്ചിട്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ടും നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ നിന്ദ്യത പ്രദാനം ചെയ്യണമേ. ലോകത്തെമ്പാടും ഇസ്ലാമിനെ വിരിഞ്ഞു മുക്കിക്കളയാമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട ഇസ്ലാമിന്റെ നിത്യശത്രുക്കൾക്ക് നീ നിന്ദിയത് പരിഹാസവും പരാജയവും പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.